കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിൽ ജലനിരപ്പ് താഴ്ന്നു തുടങ്ങിയെങ്കിലും മഴ തുടരുന്നത് മൂലം ആശങ്ക ഒഴിയുന്നില്ല. കോട്ടയം കുമരകം റോഡ്, ഏറ്റുമാനൂർ, മണർക്കാട് ബൈപ്പാസ് തുടങ്ങിയ പ്രദേശങ്ങളിൽ ഇപ്പോഴും ഗതാഗത തടസ്സം നിലനിൽക്കുന്നുണ്ട്. മഴ മുന്നറിയിപ്പുള്ളതിനാൽ ജില്ലയിൽ ജലവിനോദങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രശാന്ത് ജോസഫാണ് വിശദാംശങ്ങൾ നൽകുന്നത്. പ്രശാന്ത്, കോട്ടയം ജില്ലയിൽ ഇപ്പോൾ മഴ മാറി നിൽക്കുന്നൊരു സാഹചര്യമാണ്. എന്താണ് നിലവിൽ ജില്ലയുടെ ഒരു അവസ്ഥ? പലയിടങ്ങളിലും ജലനിരപ്പ് താഴ്ന്നു തുടങ്ങിയിട്ടുണ്ടെങ്കിലും മഴ ഒഴിയാത്തത് ആശങ്ക മാറ്റുന്നില്ല അല്ലേ? തീർച്ചയായും അശ്വതി, ഇന്നലെ രാത്രിയിൽ കുറച്ച് മഴയ്ക്കൊരു ശമനമുണ്ടായിരുന്നു. എന്നാൽ പുലർച്ചെ മുതൽ കോട്ടയം ജില്ലയിൽ വീണ്ടും മഴ പെയ്യുന്നുണ്ട്. ഇടവിട്ട് ശക്തമായ മഴ ലഭിക്കുന്നുണ്ട്. ജില്ലയിൽ ഇന്ന് മാത്രം ഏകദേശം 50 മില്ലിമീറ്റർ മഴ ഇന്ന് ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ലഭിച്ചു എന്നുള്ളതാണ് ഒരു കണക്ക്. ഞാൻ ഇപ്പോഴുള്ളത് കോട്ടയം ഫയർ സ്റ്റേഷനിലാണ്. നമ്മുടെ പിന്നിൽ ഇങ്ങനെ ഉദ്യോഗസ്ഥർ, ഫയർ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ ഇങ്ങനെ നിരന്നു നിൽക്കുന്നത് നമുക്ക് കാണാം. ഇവർ നമുക്ക് വേണ്ടി തയ്യാറായി നിൽക്കുന്നതല്ല, ഇവർ അടുത്ത ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അവിടേക്ക് പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. കോട്ടയം ജില്ലയിൽ നിന്ന് മാത്രമല്ല, കോട്ടയം ജില്ലയ്ക്ക് പുറത്തു നിന്നും ഫോഴ്സിനെ എത്തിച്ചുകൊണ്ട് കോട്ടയം ജില്ലയിൽ അത്ര ഗുരുതരമായ ഒരു സ്ഥിതി ഉള്ളതിനാൽ, ജലനിരപ്പ് ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ റെസ്ക്യൂ ഓപ്പറേഷന് വേണ്ടി സർവ്വസന്നാഹങ്ങളോടെയും ഇവിടെ തയ്യാറായി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വിവിധ യൂണിറ്റുകളിൽ നിന്നുള്ള വാഹനങ്ങളും അതേപോലെ റബ്ബർ ഡിങ്കികളൊക്കെ എത്തിച്ചുകൊണ്ട് സദാ ഇവർ സന്നദ്ധരായി നിൽക്കുകയാണ്. ഏത് സമയം ഒരു ഫോൺ കോൾ ഇവർ പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മോടൊപ്പം ജില്ലാ ഫയർ ഓഫീസർ റെനി ലൂക്കോസ് ഉണ്ട്. സർ, ഈ ദിവസങ്ങളിലൊക്കെ വലിയ തിരക്കായിരുന്നു. ഇപ്പോൾ ഓട്ടം കുറച്ച് കുറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഭയങ്കര ജാഗ്രതയിൽ തന്നെയാണ്. എങ്ങനെ പോകുന്നു ഇപ്പോൾ ഇവിടുത്തെ ഒരു തയ്യാറെടുപ്പ് കാര്യങ്ങളൊക്കെ? എത്രത്തോളം ഉദ്യോഗസ്ഥരെ ഇതിൽ വിന്യസിച്ചിട്ടുണ്ട്? കോട്ടയം ജില്ലയിൽ 2018 ഫ്ലഡിന് ശേഷം ഇത്രയും ഭീകരമായ ഒരു വെള്ളപ്പൊക്കം ഞങ്ങൾ ആദ്യമായിട്ടാണ് ഫേസ് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് വകുപ്പ് അതിൻ്റെ എല്ലാവിധ സംവിധാനങ്ങളോടും കൂടിയാണ് കോട്ടയം ജില്ലയിലെ ഈ രക്ഷാപ്രവർത്തനം ഞങ്ങൾ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. ഏകദേശം 20 ഡിങ്കിയോളം നമുക്ക് ഇവിടെ ഓൾറെഡി പ്രവർത്തിക്കുന്നുണ്ട്. വകുപ്പിൻ്റെതായ കോട്ടയം ജില്ലയിലെ 8 ഫയർ സ്റ്റേഷനിൽ ഏകദേശം 475 ജീവനക്കാർ ഉൾപ്പെടെ ഈ ജില്ലയെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി മറ്റ് ജില്ലകളിൽ നിന്ന് വന്നാണ് 134 ജീവനക്കാരുൾപ്പെടെ 604 ജീവനക്കാരാണ് 1-ാം തീയതി വെളുപ്പിനെ 2:30 തൊട്ട് ഇന്ന് വരെ ഈ സംഭവവാസങ്ങളിൽ രക്ഷാപ്രവർത്തനം രാവെന്നോ പകലെന്നോ ഒന്നും നോക്കാതെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് ഈ രക്ഷാപ്രവർത്തനം 2018 ഫ്ലഡിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വളരെ എഫിഷ്യൻ്റായിട്ട്, പരാതികളില്ലാതെ വളരെ വിജയകരമായിട്ട് ഞങ്ങൾക്ക് പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ഏകദേശം 175ഓളം ഫയർ കോൾ ഇന്ന് രാവിലെ 6 മണി വരെയുള്ള കണക്കാണ്. 175ഓളം ഫയർ കോളിൽ നിന്ന് 1379ഓളം ജീവനുകളെ ഞങ്ങൾ തിരിച്ചു പിടിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ നിരവധി വസ്തുക്കൾ ഞങ്ങൾക്ക് സംരക്ഷിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ ഗർഭിണികളായ പല രോഗികളെയും ഗർഭിണികളായ പല വ്യക്തികളെ ഞങ്ങൾക്ക് സുരക്ഷിതമായ സ്ഥാനങ്ങളിൽ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഒരു കിടപ്പ് രോഗികളായ ഉള്ള വീടുകളിൽ ഡോക്ടർമാരുടെ സേവനം ലഭ്യമാക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ ഒരു ടീം ഡോക്ടേഴ്സുമായിട്ട് പോകാൻ വേണ്ടിയുള്ള അറേഞ്ച്മെൻറ്റ്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഏകദേശം ഈ വെള്ളപ്പൊക്കത്തിൻ്റെ ഒരു എഫക്റ്റ് നിലനിൽക്കുന്നത് താഴത്തങ്ങാടി, ചെങ്ങളം, തിരുവാർപ്പ് ഇല്ലീക്കൽ മേഖലകളിലാണ്. ഇനി കുറച്ചും കൂടെ കഴിയാൻ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് കമണാറ്റിങ്കര, കുമരകം ഭാഗത്തേക്ക് ഇതിൻ്റെ എഫക്റ്റ് വരും. എന്നിരുന്നാൽ തന്നെ ഞങ്ങളുടെ എല്ലാ ജീവനക്കാരും ഇതിന് പൂർണ്ണസജ്ജരാണ്. എല്ലാവിധ സംവിധാനത്തിലും കൂടി ഞങ്ങൾ പൂർണ്ണസജ്ജരാണ്. ഞങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി ഞങ്ങളെ സിവിൽ ഡിഫൻസ് വോളണ്ടിയേഴ്സ്, അതായത് എറണാകുളത്ത് നിന്ന് വന്ന് വരെയുള്ള യാതൊരു പ്രതിഫല ഇല്ലാതെ പ്രവർത്തിക്കുന്നതാണ് ഞങ്ങളുടെ സിവിൽ ഡിഫൻസ് വോളണ്ടിയേഴ്സ്. അവരുടെ ഇവിടുത്തെ വാർഡന്മാർ, ഡെപ്യൂട്ടി വാർഡന്മാർ, എറണാകുളത്ത് നിന്നുള്ള ജീവനക്കാർ എല്ലാവരും ഒത്തുചേർന്നുകൊണ്ടാണ് ഈ ഒരു ഫ്ലഡിനെ ഞങ്ങൾക്ക് വളരെ വിജയകരമായി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ മറ്റു വകുപ്പിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടുന്ന പിന്തുണ നിസ്തുലമാണ്. കാരണം DDMI ഞങ്ങൾക്ക് അസാധ്യമായ രീതിയിലാണ് ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തിരുന്നത്. ഇതെല്ലാം മുൻകൂട്ടി കൊണ്ടുകൊണ്ട് ഇന്നലെ രാത്രി തന്നെ ഞങ്ങൾ 4ഓളം ടോറസ് തുടങ്ങി ഹൈ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വണ്ടികളാണ് ഇതിനെല്ലാം ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ 4ഓളം ടോറസ് വണ്ടികൾ ഞങ്ങൾക്ക് നിലവിലുണ്ട്. ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ട്രൂപ്പ് ക്യാരിയേഴ്സ് ആണ് ഇന്ന് രാവിലെ ഈ രക്ഷാപ്രവർത്തനത്തിന് കൂടുതൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി അതിനെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി കോഴിക്കോട് നിന്നുള്ള ട്രൂപ്പ് ക്യാരിയറിൻ്റെ റീഇൻഫോഴ്സ്മെൻറ്റ് വരെ ഞങ്ങളിവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഏതായാലും കോട്ടയം ഫയർ സർവീസിനെ സംബന്ധിച്ച്, കേരള ഫയർ സർവീസിനെ സംബന്ധിച്ച് കോട്ടയത്തെ ഫ്ലഡ് വളരെ വിജയകരമായി ഞങ്ങൾക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് ഒരുപക്ഷെ ഞങ്ങളെപ്പോലെ ഉദ്യോഗസ്ഥരെക്കാൾ ഉപരി ഈ ഉള്ള ജീവനക്കാരാണ് ഈ ഫ്ലഡ് വളരെ കൃത്യമായിട്ട് എഫിഷ്യൻ്റായിട്ട് പൂർത്തീകരിക്കാൻ ഫയർ സർവീസിനെ കൊണ്ട് സാധിച്ചത്. ഇവരുടെ ഒരു നിസ്തുലമായ പ്രവർത്തനമാണ്. ഓരോ മണിക്കൂറും ഈ കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുകയാണ്. രാത്രി കുറച്ച് മഴ മാറി നിന്നു, വീണ്ടും ഇത് വരുന്നു. അപ്പോൾ എത്രത്തോളം അലാമിംഗ് സിറ്റുവേഷനാണ് ഇപ്പോൾ നിലവിൽ ഉള്ളതെന്നാണ് കണക്കാക്കുന്നത്? ഇപ്പോഴത്തെ സിറ്റുവേഷൻസ് ഈരാറ്റുപേട്ട, പാലാ മേഖലകളിൽ റെയിൻഫോളിൻ്റെ ഗാഢത കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഇവിടെ നിന്നുള്ള വെള്ളം താഴത്തെ ലെവലിലേക്കാണ്, താഴത്തെ പ്ലെയിൻസിലേക്കാണ് ഒഴുകിച്ചില്ലെന്ന്. അപ്പോൾ നിലവിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇപ്പോഴത്തുള്ള ലെവൽ മെയിൻറ്റെയിൻ ചെയ്യും. തിരുവാതിക്കൽ, അയ്മനം, കുമ്മനം,
താഴത്തങ്ങാടി, ചെങ്ങളം എന്നീ ഭാഗങ്ങളിൽ ഇപ്പോഴത്തെ ആ വാട്ടർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യും. ഇനി ഇവിടുത്തെ ഇന്ന് പെയ്യുന്ന മഴകളാണ്, മഴയുടെ അളവായിരിക്കും എത്രമാത്രം ലെവൽ റൈസ് ചെയ്യുമെന്നുള്ളതിന് ഡിറ്റർമിൻ ചെയ്യുന്നത്. ഒപ്പം തന്നെ ഈ വെള്ളം തീർച്ചയായിട്ടും കൊമരകം ഭാഗത്തേക്കും കവണാറ്റിങ്കര ഭാഗത്തേക്കും തീർച്ചയായിട്ടും ഒഴുകി ചെല്ലാറുണ്ട്. അവിടെ ഒരു റൈസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എങ്കിൽ പോലും നമുക്ക് മാനേജബിൾ ആണെന്ന് തോന്നുന്നു. 2018 പ്രളയമാണ് ഏറ്റവും വലിയൊരു സംഭവമായി നമ്മൾ ഇതുവരെ കണ്ടിരിക്കുന്നത്. പക്ഷേ അതിനുശേഷം ഇങ്ങോട്ട് നോക്കിയാലും കോട്ടയം ജില്ലയിൽ തുടർച്ചയായി ഈ ഉരുൾപൊട്ടലുകൾ, ഈ വെള്ളപ്പൊക്കവും എല്ലാം ഇപ്പോൾ എല്ലാ വർഷവും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയും ഇത് മുന്നോട്ട് പോകുന്ന വർഷവും ഇത്തരം സംവിധാനങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണോ ഒരു വിലയിരുത്തൽ? പ്രതീക്ഷിക്കണം. കാരണം കാലാവസ്ഥ വ്യതിയാനവും നഗരവൽക്കരണവും എല്ലാം തീർച്ചയായിട്ടും ഇതിനെ ബാധിക്കുമല്ലോ. അതുപോലെ തന്നെ കാലാവസ്ഥ നമുക്ക് പ്രവചിക്കാൻ പറ്റാത്തൊരു രീതിയിലാണ് കാലാവസ്ഥ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ഫ്ലാഷ് ഫ്ലഡ്സും പെട്ടെന്നുള്ള വലിയ അളവിലുള്ള റെയിൻഫോൾസ് ഒക്കെ നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. എത്രമാത്രം സംവിധാനങ്ങളുണ്ടെങ്കിലും പ്രിസൈസായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഫാക്ടേഴ്സ് എല്ലാം കൂടി ചേരാൻ നേരത്തെ തീർച്ചയായിട്ടും ഉരുൾപൊട്ടലുകൾ കോട്ടയത്തെ സംബന്ധിച്ച് പ്രതീക്ഷിക്കണം. കാരണം 2018 ശേഷം എല്ലാ വർഷങ്ങളും നമ്മൾ കോട്ടയം ജില്ലയിലെ ഡിസാസ്റ്റേഴ്സിനെ അല്ലെങ്കിൽ സംഭവങ്ങൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ ചെറുതും വലുതുമായിട്ടുള്ള ലാൻഡ് സ്ലിപ്സും ലാൻഡ് സ്ലൈഡ്സും ഉരുൾപൊട്ടലുകളെല്ലാം കോട്ടയം ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു പാറ്റേൺ ആണ്. നമുക്ക് മുന്നിലേക്ക് നമ്മളിത് പ്രതീക്ഷിക്കണം. അപ്പോൾ അതുകൊണ്ട് ജില്ലയിലെ ദുരന്ത നിവാരണ സംവിധാനത്തെ, ഫയർ സർവീസ് ഉൾപ്പെടെയുള്ള ദുരന്ത നിവാരണ സംവിധാനത്തെ കുറച്ചും കൂടെ ഒന്ന് മെച്ചപ്പെടുത്തി തീർച്ചയായിട്ടും നമുക്കിത് മാനേജ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ ആദ്യ മണിക്കൂറുകളിലൊക്കെ ഓരോ വെള്ളപ്പൊക്കമോ അല്ലെങ്കിൽ മണ്ണിടിച്ചിലുണ്ടാകുമ്പോൾ ആദ്യ മണിക്കൂറുകൾ രക്ഷാപ്രവർത്തനമാണ്. പക്ഷേ ഇപ്പോൾ കൂടുതലായിട്ടും ചെയ്തുകൊണ്ടിരിക്കുന്നത് മറ്റു പല പ്രവർത്തനങ്ങൾ കൂടി ഫയർഫോഴ്സിന് ചെയ്യേണ്ടി വരുന്നുണ്ട്. ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കും മറ്റുമൊക്കെ അങ്ങനെ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇന്നലെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞങ്ങൾ ഐമനം PHCയിൽ നിന്ന് അവരുടെ മെഡിസിൻസ് ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ക്യാൻസർ രോഗികളെ കീമോതെറാപ്പിക്ക് വേണ്ടി ഷിഫ്റ്റ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഗർഭിണികളായ സ്ത്രീകളെ സുരക്ഷിതമായ സ്ഥാനത്തേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇന്ന് ഒരു മെഡിക്കൽ ടീമിന് പല വീടുകളിലും വെള്ളം കയറി കിടക്കുന്നുണ്ട്, അങ്ങോട്ടൊന്നും ആക്സസിബിൾ അല്ല. ആ രോഗികൾക്ക്, കിടപ്പ് രോഗികളായ ആൾക്കാരെ അവർക്ക് ഇന്ന് ഡോക്ടേഴ്സിനെ കാണേണ്ട ദിവസങ്ങളായിരിക്കും. ആ ദിവസങ്ങളിൽ അവർക്ക് പോകാൻ പറ്റത്തില്ല. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്ന സൊല്യൂഷൻ എന്താണ്? ഡോക്ടർ സംവിധാനം അല്ലെങ്കിൽ മെഡിക്കൽ സംവിധാനത്തെ അവരുടെ വീട്ടിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി ഇന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റീസുമായിട്ട് ബന്ധപ്പെട്ട് തഹസീൽദാറിൻ്റെ നേതൃത്വത്തിൽ ഈ വീടുകളിൽ സന്ദർശിക്കാൻ ഉദ്ദേശിക്കുന്ന മെഡിക്കൽ ടീമിനെ സുരക്ഷിതമായി ഞങ്ങളുടെ ഡിങ്കികളിലും ഞങ്ങളുടെ വാഹനങ്ങളിലും ഉൾക്കൊള്ളിച്ചുകൊണ്ട് സുരക്ഷിതമായി അവരുടെ വീടുകളിലെത്തിച്ച് അവർക്ക് ആ വൈദ്യസഹായം നൽകുക എന്നുള്ളൊരു പ്രവർത്തനം കൂടെ ഞങ്ങളിപ്പോൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഇത് കഴിഞ്ഞ ശേഷം ഫയർ സർവീസ്, ഫ്ലഡൊക്കെ നമുക്ക് മാനേജബിളായി എല്ലാം ആ റിസ്ക് ഒക്കെ ഒഴിവാക്കിയ ശേഷം ഫയർ സർവീസിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങൾ ഈ ദുരന്ത പോസ്റ്റ് ഡിസാസ്റ്റർ റിലീഫ് മെഷറിൽ തീർച്ചയായിട്ടും പങ്കാളികളാവും. ഇപ്പം നമുക്ക് നടക്കുന്നത് ഡ്യൂറിങ് ഡിസാസ്റ്ററിൻ്റെ ഫേസാണ്. റെസ്ക്യൂ, ഇവാക്യുവേഷൻസ് അത് ഇപ്പം നടന്നുകൊണ്ടിരിക്കണം. അതിനുശേഷം മാത്രമേ നമ്മൾ റിലീഫ്, റീഹാബിലിറ്റേഷൻ എന്ന നിലയിൽ ഫയർ സർവീസിന് എന്തൊക്കെ പാർട്ട് ചെയ്യാൻ പറ്റും അത് തീർച്ചയായിട്ടും ഞങ്ങൾ ചെയ്യും. ഞങ്ങളുടെ പൂർണ്ണ സന്നാഹത്തോടുകൂടി ചെയ്യും. വകുപ്പ്, കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് കോഴിക്കോട് തൊട്ട് തിരുവനന്തപുരം വരെയുള്ള എല്ലാ സംവിധാനങ്ങളും കോട്ടയം ജില്ലയ്ക്ക് വേണ്ടിയും അതുപോലെ തന്നെ ചെങ്ങന്നൂരിലേക്കും ആലപ്പുഴയിലേക്കും പത്തനംതിട്ടയിലേക്കും വേണ്ടി റീഇൻഫോഴ്സ് ചെയ്തിട്ടുണ്ട്. ആ ഒരു റീഇൻഫോഴ്സ്മെൻ്റ് ആണ് അന്ന് 2018 കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് യാതൊരുവിധ ഒരു പാനിക് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാതെ നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് കോട്ടയം ഫയർ സർവീസിലെ ഡിസ്ട്രിക്റ്റിലെ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ എനിക്ക് വളരെയധികം അഭിമാനമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജീവനക്കാരാണ് അതിൻ്റെ ഏറ്റവും വലിയ. ഞങ്ങൾ ഒരുപക്ഷെ ഇവിടെ നിന്ന് കോർഡിനേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിൻ്റെ സൂപ്പർവിഷൻ തസ്തികയിലായിരിക്കും, ഫീൽഡിൽ വർക്ക് ചെയ്ത് ഇവരൊക്കെയാണ്. അപ്പോൾ 1:30 തൊട്ട് എനിക്ക് ഏറ്റവും എടുത്ത് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1-ാം തീയതി 1:30 തൊട്ട് ഇന്ന് വരെ ഇവർ വെള്ളത്തിലായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇവരാണ് അതിൻ്റെ ഉള്ള ഹീറോസ്. ഞങ്ങൾ തീർച്ചയായും അതിൻ്റെ മേലുള്ള കോർഡിനേറ്റേഴ്സും സൂപ്പർവൈസേഴ്സും മാത്രം, ഇവരാണ് അതിൻ്റെ ഹീറോസ്. തീർച്ചയായിട്ടും ഇന്ന് വരെയുള്ള ഇതിൻ്റെ വിജയം ഇവരിലാണ്. തീർച്ചയായും കോട്ടയം ജില്ലാ ഫയർ ഓഫീസറായ റെനി ലൂക്കോസാണ് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹം പറഞ്ഞനുസരിച്ച് തിരുവനന്തപുരം മുതൽ പാലക്കാട് വരെയുള്ള വിവിധ ഫയർ സ്റ്റേഷനുകളിൽ നിന്നുള്ള 608 അംഗ ഫയർഫോഴ്സാണ് കോട്ടയം ജില്ലയിൽ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ആദ്യമൊക്കെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളായിരുന്നെങ്കിൽ ഇപ്പോഴും അത് തുടരുകയാണ്. ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് ആരോഗ്യ വിഭാഗത്തെ ഉൾപ്പെടെ എത്തിക്കുന്നതിനടക്കം വിവിധ സേവനങ്ങൾ ഇവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഇവരിവിടെ നിൽക്കുന്നെങ്കിലും ഓരോ സമയം ഓരോ ഫോൺ കോൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അല്പം മുമ്പാണ് ഒരു കടയ്ക്ക് ഈ മഴക്കാലത്ത് തീ പിടിച്ചു, അവിടേക്ക് ഒരു യൂണിറ്റ് പോയിട്ടുണ്ട്. അങ്ങനെ സദാ ജാഗരൂകരായി ഇരിക്കുകയാണ്. ഏതു നിമിഷവും ഒരു ഫോൺ കോളിനപ്പുറം ഒരു ജീവൻ അപകടത്തിലാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഓടിയെത്താൻ തയ്യാറായി നിൽക്കുകയാണ് ഈ സംഘം. കോട്ടയം ഫയർ സ്റ്റേഷനിൽ നിന്നും ക്യാമറമാൻ ജിത്തു കൃഷ്ണനൊപ്പം പ്രശാന്ത് ജോസഫ്.
ശരി, എന്തായാലും കോട്ടയത്ത് മഴ തുടരുന്നൊരു സാഹചര്യത്തിൽ അതീവ ജാഗ്രത വേണ്ട ഒരു സമയം തന്നെയാണ്. പലയിടത്തും വെള്ളം താഴ്ന്നു തുടങ്ങിയെങ്കിലും പ്രളയസമാനമായ ഒരു സാഹചര്യങ്ങളൊക്കെ പല പ്രദേശങ്ങളിലും നിലനിൽക്കുന്നുണ്ട്. പ്രശാന്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഉദ്യോഗസ്ഥരും റെസ്ക്യൂ ടീമും ഒക്കെ തന്നെ ഏത് നിമിഷവും അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ സർവ്വ സജ്ജരായി നിൽപ്പുണ്ട്. കോട്ടയത്ത് നിന്നുള്ള വിശദാംശങ്ങളാണ് പ്രശാന്ത് ജോസഫ് നൽകിയത്.